ഹായ് വെൽക്കം ബാക്ക് ടു മൈ മെന്റൽ ഹെൽത്ത് സീരീസ്. കഴിഞ്ഞ പെരിനേറ്റൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത സീരീസ് ഓഫ് വീഡിയോസ് ന്യൂറോ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് മീനിങ് ഇസ് വെറൈറ്റി. പല പല വേരിയസ് രീതികൾ, വെറൈറ്റീസ്. അപ്പോൾ എത്നിസിറ്റിയിലുണ്ട് ഡൈവേഴ്സിറ്റി, പിന്നെ അതുപോലെ ജെൻഡർ ഡൈവേഴ്സിറ്റി ഉണ്ട്, ഡൈവേഴ്സ് ആണ്. അതുപോലെ കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഹെയർ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ബ്രെയിൻസ് വർക്ക് ചെയ്യുന്ന രീതി, ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന രീതി, അവരുടെ സ്ട്രക്ചർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിൽ വരുന്ന വെറൈറ്റീസ്. അപ്പോൾ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും, അതിനാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബേസിക് സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിന് വർക്ക് ചെയ്യണ ഒരു കറക്റ്റ് രീതി എന്ന് പറയാനൊന്നുമില്ല. കറക്റ്റ് വേ ഓഫ് വർക്കിംഗ് ഇല്ല ബ്രെയിനിന്, റൈറ്റ് ആൻഡ് റോങ് ഇല്ല, വേരിയസ് രീതികളാണ്. ഓക്കെ, എന്നിട്ട് ആ ഡിഫറൻസസ് നമ്മൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ ഡിഫറൻസസ് അതിനെ എംബ്രേസ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഒരു കോമൺ വേ ഓഫ് വർക്കിംഗ് ഉണ്ട് ബ്രെയിനിനും. ഓക്കെ, കോമൺ വേ ഓഫ് എങ്ങനെയാണ് ആൾക്കാർ എല്ലാം എക്സ്പീരിയൻസസ് കാണുന്നത്, അതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് ഞാൻ പറയാം. അതുപോലെ ആയിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രഷർ വരാതെ, ഫോഴ്സ് ചെയ്യാതൊന്നും അല്ല വേണ്ടത്. എല്ലാവരും അതുപോലെയല്ല, ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് ഇവിടെ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യുക, വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ന്യൂറോ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ലേറ്റ് 1980s അല്ലെങ്കിൽ ഒരു ഏർലി 1990s. പക്ഷെ അത് കുറേയും കൂടി ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും അതിൻ്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ വന്നത് ലേറ്റ് 1990s. ഒരു ജൂലിയസ് സിംഗർ എന്ന് പറഞ്ഞൊരു സോഷ്യലിസ്റ്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഒക്കെ ചെയ്തത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ, അതായത് കോമൺ ആയിട്ട് ആ സമയത്ത് വരാറുള്ള ഡയഗ്നോസിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ADHD ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ASD ഉണ്ട്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇതിനൊക്കെ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂറോ ഡൈവേഴ്സ് എന്ന് പറയാറുള്ളൂ. പക്ഷേ അത് പിന്നെ കാലം പോകും തോറും, എസ്പെഷ്യലി ഇപ്പോഴൊക്കെ ഒരു ടിപ്പിക്കൽ രീതിയിലല്ല നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്, നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ന്യൂറോ ഡൈവേഴ്സ് ആയിട്ട് കാണാം. ന്യൂറോ ടിപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു കോമൺ വേ ഉണ്ട് എല്ലാം ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, അതായത് നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മളെങ്ങനെ കാണുന്നു ഓരോ എക്സ്പീരിയൻസിനെ, എങ്ങനെ നമ്മൾ പഠിക്കുന്നു ഓരോ എക്സ്പീരിയൻസിനെ, എങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കോമൺ ആയിട്ട് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ആക്ച്വലി ഉണ്ട്. അതിനെയാണ് ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ചേഞ്ച് വന്നാൽ കോമൺ അല്ലാത്തത് വരുന്നതാണ് ന്യൂറോ ഡൈവേഴ്സ്. അപ്പം അങ്ങനെ ന്യൂറോ ടിപ്പിക്കൽ ഉണ്ട്, ന്യൂറോ ഡൈവേഴ്സ് ഉണ്ട്. മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഏജിലൊക്കെയുള്ള കുട്ടികൾക്ക് സോഷ്യലി അവർക്ക് കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതായത് ബ്രെയിൻ സ്ട്രക്ചറിൽ തന്നെ ഉണ്ടാവുന്ന ഡിഫറൻസസ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, അതൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ആ രീതിയിൽ പിന്നെ അവർക്ക് പ്രോഗ്രസ് ചെയ്യാനും മൂവ് ഫോർവേഡ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ന്യൂറോ ഡൈവേഴ്സിറ്റിക്ക് ബേസിക്കലി ക്യൂർ ഓർ ട്രീറ്റ്മെന്റ് എന്നൊന്നും ഇല്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക ആൻഡ് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബേസിക്കലി ന്യൂറോ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയും. അതിൽ ഫസ്റ്റ് വൺ ഇസ്, ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ചേഞ്ച് ആണ് ബ്രെയിനിൻ്റെ. നമ്മൾ ക്യൂർ ചെയ്യാനോ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു വെറൈറ്റി ഓഫ് ബ്രെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ വർക്കിംഗ് ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതിനെ റൈറ്റ് ആക്കാൻ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡിഫറൻസസ് കാരണം നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു, എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസസ് ഒക്കെ പെർസീവ് ചെയ്യുന്നു, നമ്മുടെ ഇമോഷൻസ്, എക്സ്പ്രഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ നമ്മളുടെ വേൾഡിൽ ഒരു വെറൈറ്റി ഓഫ് പീപ്പിൾ വേണം അല്ലേ, അതുപോലെ തന്നെ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വേണം. എന്നാലേ ഓരോ കാര്യങ്ങളിലെ അത്രയും ഡിഫറെൻറ്റ് ഡൈവേഴ്സ് രീതിയിൽ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ കാണാനും പറ്റുള്ളൂ, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും ആൾക്കാർക്ക്. അപ്പോൾ നമ്മുടെ ഈ വേൾഡ് ഇതുപോലെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റി വേണം. എല്ലാവരും ഒരേപോലെയാണ്, ഒരു ന്യൂറോ ടിപ്പിക്കൽ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നോളേജ് ഓർ ഇത്രയും സ്കിൽ സെറ്റ്സ് ഒന്നും നമ്മുടെ വേൾഡിൽ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതൊരു നോർമൽ സംഭവമാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. പിന്നെ തേർഡ് വൺ, ഒരു ഡിസേബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഡിസേബിളിങ് ചാലഞ്ചസ് ഉണ്ട് ഈ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അത് ബേസിക്കലി ആ ഒരു ബ്രെയിൻ സ്ട്രക്ചർ ഡിഫറൻസ് കാരണമല്ല അവർക്ക് ഒരു ചാലഞ്ച് വരുന്നത്.
സോഷ്യൽ ആൻഡ് എൻവയൺമെന്റ് സപ്പോർട്ട് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാലഞ്ചസ് വരുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ, ഒരു നിയർ സൈറ്റഡ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെക്സ് ഉള്ള കാരണം അവർക്ക് കാണാം. ഈ സ്പെക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ അവരും ഡിസേബിൾഡ് ആയേനെ. അതുപോലെ ആ ഒരു സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഡിസേബിൾഡ് എന്ന് പറയാനില്ല, അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് എന്താ കൊടുക്കാൻ പറ്റാന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുക്കുക. പിന്നെ പണ്ടത്തെ ഒരു ആർട്ടിക്കിൾ പേപ്പർ ഉണ്ട്, അതിൽ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഓട്ടിസ്റ്റിക് വേൾഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡൈവേർജന്റ് ആൾക്കാരായിരുന്നു മെജോറിറ്റി എന്നുണ്ടെങ്കിൽ, ന്യൂറോ ടിപ്പിക്കൽ ആൾക്കാരായിരുന്നു മൈനോറിറ്റി എന്നുണ്ടെങ്കിൽ, ന്യൂറോ ടിപ്പിക്കൽ ആൾക്കാർക്ക് ഒരിക്കലും എൻവയൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡൊക്കെ ആയിട്ട് അവരെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് ന്യൂറോ ടിപ്പിക്കൽ കുറച്ച് കോമൺ ആയ കാരണം ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മൈനോറിറ്റി എന്ന് പറയുന്നു, അവർക്ക് ഡിസബിലിറ്റി ആണെന്ന് പറയുന്നു. ഇപ്പം ആരും അങ്ങനെ പറയുന്നില്ല, ഇപ്പൊ കോൺസെപ്റ്റ് ഒക്കെ കുറേയൊക്കെ മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ന്യൂറോ ഡൈവേർജന്റ് ആൾക്കാർ എന്നുള്ളത് ഒരു അതായത് ക്യൂർ ഓർ ട്രീറ്റ് ചെയ്യേണ്ട സംഭവമല്ല എന്നുള്ളത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സപ്പോർട്ടും ആവശ്യമില്ല എന്നല്ല. അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ആ സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും ഈ വേൾഡിൽ. ന്യൂറോ ഡൈവേർജന്റ് ആൾക്കാരിൽ, എസ്പെഷ്യലി ADHD ഓർ ഓട്ടിസം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റേറ്റ്സ് ഓഫ് ആൻസൈറ്റി ഭയങ്കര കൂടുതലാണ്, ഡിപ്രഷനും കൂടുതലാണ്. അതിന് ഒരു മേജർ റീസൺ ഇസ് ആ ഒരു പ്രഷർ ഫോർ ദം ടു കൈൻഡ് ഓഫ് കോപ്പ്. ഒരു ന്യൂറോട്ടിപ്പിക്കൽ രീതിയിലാണ് അവർ ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രഷർ അവർക്ക് വരുമ്പോൾ അതാണ് കുറേ അവരെ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആക്കും. ബിക്കോസ് അവർക്ക് മനസ്സിലാവില്ല എന്താണ് നടക്കണത്, എന്താണ് ഒരു ന്യൂറോ ടിപ്പിക്കൽ ആൾക്കാരുടെ വേൾഡ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാത്തൊരു സംഭവം ആവാനുള്ളൊരു പുഷ് വരാണ് ഫ്രം ദ സൊസൈറ്റി ഓർ എൻവയൺമെന്റ്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരുന്നത്. ഒരു ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസസ് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ലൈഫിൽ, നമുക്ക് അതിലേക്കൂടെ നമുക്ക് പോകേണ്ടി വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഒരു ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും ന്യൂറോ ടിപ്പിക്കൽ ആളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാവില്ല. അവർക്ക് ആ ഒരു രീതിയിൽ അവർക്ക് സർവൈവ് ചെയ്യാനും പറ്റില്ല. ഒരു ന്യൂറോ ടിപ്പിക്കൽ ആൾക്ക് വളരെ നോർമലായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഒരു ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും, ഭയങ്കര ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവരുടെ എൻവയൺമെന്റ് ആൻഡ് സപ്പോർട്ട് കറക്റ്റ് ആയിട്ടുള്ള കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി അതിൻ്റെ ഒരു ക്യൂർ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു രീതി, ഒരു വഴി. ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുറേ ഫേമസ് ആൾക്കാരുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളായിരിക്കും. കോമൺ എക്സാമ്പിൾസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ, സ്റ്റീവ് ജോബ്സ്, പിന്നെ സ്വിമ്മിങ്ങിൽ മൈക്കൽ ഫെൽപ്സ്, പിന്നെ നമ്മളിപ്പോൾ ആക്ടേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹാരി പോട്ടറിലുള്ള ഡാനിയൽ റാഡ്ക്ലിഫ്, എമ്മ വാട്സൺ, എല്ലാവരും ന്യൂറോ ഡൈവേർജന്റ് ഉണ്ട്. മലയാളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ വളരെ റീസെൻ്റ്ലി ആളുടെ ADHD ഡയഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഭിഷേക് ബച്ചൻ, ഇപ്പോൾ താരേ സമീൻ ഇപ്പോൾ മൂവിയിലൊക്കെ ഡിസ്ലെക്സിയനെ കുറിച്ച് പറഞ്ഞു. ഡിസ്ലെക്സിയം ഒരു ന്യൂറോ ഡൈവേർജന്റ് ഇതാണ്. അപ്പോൾ കുറേ ഫേമസ് ആൾക്കാരുണ്ട്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഓട്ടിസമിലൊക്കെ എങ്ങനെയാണ് അവരുടെ സ്കിൽസും അവരുടെ സക്സസ് എന്നുള്ളതിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ADHD ഓർ ASDനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ADHDനെ കുറിച്ച് ചെയ്യാം. ഓക്കെ ദെൻ ബൈ.